ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിൽ നിന്നും ഏകദേശം 459 കിലോമീറ്റർ മാത്രം അകലെ പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട 7.5 കിലോമീറ്റർ മാത്രം നീളമുള്ള ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലോട്ടാണ്. ലക്ഷദ്വീപുകാരനായ മുക്തർ ഭായിയുടെ ബ്ലൂ വൈൽ ഹോളിഡേയ്സിലെ 4 ദിവസത്തെ ഹണിമൂൺ പാക്കേജിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. നിഷ്കളങ്കരായ ഇവിടുത്തെ ആളുകളുടെയും പ്രകൃതി ഭംഗിയാൽ മനോഹരമായ ഈ ദ്വീപിൻ്റെയും ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ദൃശ്യാവിഷ്കാരവും ഇവിടേക്ക് വരുന്നതിൻ്റെ നടപടിക്രമങ്ങളും മറ്റു ചെലവുകളും എല്ലാം അടങ്ങിയ വിവരണങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ നിന്നും കാറിൽ എയർപോർട്ടിലെത്തിയ ശേഷം 4 ദിവസത്തേക്ക് 1000 രൂപ കൊടുത്ത് അവിടെ പാർക്ക് ചെയ്തു. അവിടെ നിന്നും 10:25 പുറപ്പെടുന്ന ഇൻഡിഗോ വിമാനത്തിൽ അഗത്തി ഐലൻഡിലേക്ക് റിട്ടേൺ അടക്കം 9150 രൂപയാണ് പെർ പേഴ്സണ് ടിക്കറ്റ് റേറ്റ് വന്നത്. യാത്രാമധ്യേ കവരത്തി പോലുള്ള മറ്റു ദ്വീപുകളുടെ ആകാശ കാഴ്ചകളും നമുക്ക് കാണാം. വെറും 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അഗത്തി ഐലൻഡിലെത്തി. മഞ്ഞുവീഴ്ച കാരണം 2ാം റൗണ്ടിലാണ് വിമാനം ലാൻഡ് ചെയ്തത്. വെറും 7500 പരം ആളുകൾ മാത്രം അധിവസിക്കുന്ന കോറൽസുകളാൽ കവചം തീർത്ത ഒരു ചെറു ദ്വീപാണ് അഗത്തി ഐലൻഡ്. കൂടാതെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഐലൻഡ് അഗത്തി ഐലൻഡ് മാത്രമാണ്. ലാൻഡ് ചെയ്ത ശേഷം പുറത്ത് മുക്തർ ഭായ് ക്യാബുമായി എത്തി നേരെ റിസോർട്ടിലേക്ക്. ബീച്ചിനടുത്തുള്ള വൈറ്റ് സൺ റിസോർട്ടിലെത്തിയ ശേഷം നേരെ ലഞ്ചിനു കയറി. ബീച്ചിനോട് ചേർന്നുള്ള ഹട്ടിലിരുന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണശേഷം ബീച്ച് സൈഡിൽ ചെറുതായി ഒന്ന് വിശ്രമിച്ചു. വിശ്രമശേഷം ആദ്യമിറങ്ങിയത് പ്രവാചകന്റെ പിന്തുടർച്ചക്കാരുടെ വിവരങ്ങളടങ്ങിയ ഒരു ചെറിയ മ്യൂസിയത്തിലേക്കാണ്. അവിടെ നിന്നും ഇവിടുത്തെ ആളുകൾ മീൻ പിടിക്കുന്ന ഒരു ചെറിയ ജട്ടിയിലേക്ക്. സായാഹ്നമായപ്പോൾ നേരെ ആന്തൻ ബീച്ചിലേക്കെത്തി. ബോട്ടിലും വഞ്ചിയിലൊക്കെയായി മീൻപിടുത്തവും സവാരികളും നടക്കുന്നുണ്ടായിരുന്നു. സൂര്യാസ്തമനത്തിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി. ദ്വീപിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങളും കച്ചവട സാധനങ്ങളും ചരക്കുകളും കൂടാതെ കപ്പൽ മാർഗം ദ്വീപിലേക്കെത്തുന്ന യാത്രക്കാരുമടങ്ങിയ കൊച്ചിയിൽ നിന്നെത്തിയ കപ്പലാണിത്. ആഴ്ചയിൽ 1-2 തവണ മാത്രമാണ് ഇവിടേക്ക് സാധനങ്ങൾ എത്തുന്നത്. ഇതൊരു കൗതുക കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങൾക്ക് വിലയും കൂടുതലാണ്. ദ്വീപിലെത്തി ആദ്യത്തെ ആക്ടിവിറ്റി എന്നോണം 2ാം ദിവസം നേരെ സ്നോർക്കലിങ്ങിൽ ഇറങ്ങി. വെള്ളം പേടിയായതുകൊണ്ട് അവൾ സ്നോർക്കലിങ്ങിന് ഇറങ്ങിയില്ല. ഞാൻ മാത്രമാണ് സ്നോർക്കലിംഗ് ചെയ്തത്. വൈകിട്ട് ഗ്ലാസ് ബോട്ടിൽ കൽപ്പെട്ടി ഐലൻഡിലേക്ക് ഇറങ്ങി. അറക്കൽ ബീവിയുടെയും പണ്ട് പ്രകൃതി ദുരന്തത്തിൽ തകർന്നുപോയ കപ്പലിൻ്റെയും ചരിത്രം പറയാനുണ്ട് ഈ കൽപ്പെട്ടി ഐലൻഡിന്. തിരിച്ചു വരുമ്പോൾ ഇവരുടെ കൂടെ മീൻപിടുത്തത്തിനിറങ്ങി. വറ്റയാണ് ഇവിടെ സുലഭമായി ലഭിക്കുന്ന മീൻ. കറി വെക്കാനും പൊരിക്കാനും അസലാണ് ഈ വറ്റ. 3ാം ദിവസം വളരെയേറെ കൗതുകമുയർത്തുന്ന സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. പാക്കേജിൽ ഉൾപ്പെടാത്ത ഒരു ആക്ടിവിറ്റിയാണ് ഈ സ്കൂബ ഡൈവിംഗ്. 3500 രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ ചിലവ് വരുന്നത്. കടലും വെള്ളവും പേടിയായിരുന്ന അവൾ പോലും ഡൈവിങ്ങിനിറങ്ങി. കടലിനടിത്തട്ടിലെ മായാജാലങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. ഭംഗിയാർന്ന കോറൽസുകളും പലതരം കളർഫുൾ മീനുകളും
നമുക്ക് കടലിനടിത്തട്ടിൽ കാണാം. സ്കൂബയ്ക്ക് ശേഷം നേരെ കയാക്കിങ്ങിൽ ഇറങ്ങി. 2 മണിക്കൂർ നീണ്ട കയാക്കിങ്ങിന് ശേഷം നേരെ റിസോർട്ടിലേക്ക് മടങ്ങി. ഐലൻഡിലെ അവസാന ദിനവും കൂടിയായി ഇന്ന് സ്കൂട്ടറിൽ ഒരു സവാരിക്കിറങ്ങി. ഇവിടുത്തെ ലൈറ്റ് ഹൗസും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് സായാഹ്നം ഭംഗിയാക്കി. നേരം പോക്കിനായി സിനിമാ തിയേറ്ററുകളോ പബ്ബുകളോ ഇല്ല. ഒറ്റ ക്രൈം പോലും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് മാത്രം മതി ഇവരുടെ നിഷ്കളങ്കത മനസ്സിലാക്കാൻ. ലക്ഷദ്വീപുകാരനായ ഐപ്പയുമായി അവസാന മീൻപിടുത്തം. അങ്ങനെ ഐലൻഡിലെ അവസാന രാത്രിയും അവസാനിച്ചു. 4-ാം ദിവസം അഗത്തി എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ വഴി കൊച്ചിയിലേക്ക്.